തിരുവനന്തപുരത്ത് സ്കൂട്ടർ യാത്രക്കാരുടെ മാല പിടിച്ചുപറിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. പിടിയിലായത് തോട്ടുമുക്ക് സ്വദേശി ജഹാംഗീർ, തൊളിക്കോട് സ്വദേശി ഇർഷാദ് എന്നിവർ. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഒരാഴ്ചക്കിടയിൽ മോഷണം പോയത് 4 ബൈക്കുകൾ. മേത്തല, കുന്നംകുളം, ആനാപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നാണ് ബൈക്കുകൾ മോഷണം പോയത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ വാഹന പരിശോധനയ്ക്കിടെ 83 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 3 പേർ അറസ്റ്റിൽ. കൂട്ടത്തിലുണ്ടായിരുന്ന 2 മലയാളികൾ ഓടി രക്ഷപ്പെട്ടു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മലപ്പുറം പൂക്കോട്ടും പാടത്ത് റബ്ബർ പുരയ്ക്ക് തീപിടിച്ച് വൻ നാശനഷ്ടം. 3000-ഓളം റബ്ബർ ഷീറ്റുകൾ കത്തിനശിച്ചു. ഉള്ളാട് സ്വദേശി മധുരാജിന്റെ ഷീറ്റ് പുരയ്ക്കാണ് തീപിടിച്ചത്. 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. AAYF തിരുവനന്തപുരം അരുവിക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ യൂണിറ്റ് അംഗമായിരുന്ന നിതിന്റെയും 1ാം അനുസ്മരണ ദിനം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് കണ്ണൻ എസ് ലാൽ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് അരുവിക്കര ഡാം സൈറ്റ് റോഡിൽ അപകടകരമായ വളവിൽ 2 സേഫ്റ്റി മിററുകൾ സ്ഥാപിച്ചു. തൃശൂർ കയ്പമംഗലത്ത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാറും വനിതാ സംഗമവും സംഘടിപ്പിച്ചു. ചടങ്ങ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കട BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചു. പരിപാടി IB സതീഷ് MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഭിന്നശേഷി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്കൊപ്പം കായിക പ്രതിഭകൾക്ക് ആദരവും നൽകി. തൃശൂരിൽ വെൽഫെയർ പാർട്ടി കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 പീടികയിൽ ആരാധനാലയ നിയമ സംരക്ഷണ സംഗമം നടത്തി. സംഗമം സംഘപരിവാർ പദ്ധതികൾക്ക് കോടതികൾ കൂട്ടുനിൽക്കരുതെന്ന ആഹ്വാനവുമാണ്. ആലപ്പുഴ മങ്കൊമ്പ് മുത്തൂറ്റുവാക്കൽ ക്ഷേത്രത്തിൽ ജനുവരി 14 മുതൽ 20 വരെ മഹാഗണപതി സത്രം നടത്തും. ഗണപതി ഉപാസകരായ താന്ത്രിക പ്രമുഖരുടെ കാർമ്മികത്വത്തിൽ 108 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗണേശ പുരാണ പാരായണവും ഉണ്ടാവും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ പുതുമന ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുവനന്തപുരം അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കിലെ ആദിവാസികൾ ശബരിമലയിലേക്ക്. 143 ആദിവാസികളാണ് ശബരീശ സന്നിധിയിലേക്ക് എത്തുന്നത്. ഇവരുടെ കെട്ടുനിറയ്ക്കൽ ചടങ്ങ് കോട്ടൂർ മുണ്ടണി മാടൻ ക്ഷേത്രത്തിൽ നടന്നു. ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായി 3Dയിൽ ഒരുങ്ങുന്ന ബൈബിൾ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ജീസസ് ആൻഡ് മദർ മേരിയുടെ ടൈറ്റിൽ പോസ്റ്റർ വത്തിക്കാനിൽ പോപ്പ് ഫ്രാൻസിസ് പ്രകാശനം ചെയ്തു. റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. പാലക്കാട് പഴയന്നൂർ പഞ്ചായത്തിനെതിരെ പ്രതിഷേധവുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ. കൂലി ലഭിക്കാത്തതിനാൽ 30ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നിർവഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം നടത്തി. മലപ്പുറത്ത് സമഗ്ര ശിക്ഷാ കേരളം നടപ്പാക്കുന്ന വർണ്ണകൂടാരം പദ്ധതിക്ക് വണ്ടൂർ പൂക്കുളം GLP സ്കൂളിൽ തുടക്കമായി. പദ്ധതി AP അനിൽകുമാർ MLA വിദ്യാലയത്തിന് സമർപ്പിച്ചു. അന്താരാഷ്ട്ര നിലവാരവും പ്രാദേശിക പ്രസക്തവുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. തൃശൂർ കാർഷിക സർവകലാശാലയിൽ കാലാവസ്ഥാ കോൺക്ലേവ് നടന്നു. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B അശോക് ഉദ്ഘാടനം ചെയ്തു. കോൺക്ലേവ് കാർഷിക സർവകലാശാല, നബാർഡ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ. ആലപ്പുഴ പുറക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആന്റി മൈക്രോബിയൻ പ്രതിരോധ നിയന്ത്രണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം അരുവിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പൂവച്ചൽ ഗവൺമെന്റ് UP സ്കൂളിനും പുതിയ കെട്ടിടങ്ങൾ വരുന്നു. കിഫ്ബി കില ഫണ്ടുകളുടെ സഹായത്തോടെയാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപനം G സ്റ്റീഫൻ MLA നിർവഹിച്ചു. തൃശൂർ കയ്പമംഗലത്ത് ജില്ലാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. മത്സരം സംഘടിപ്പിച്ചത് കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ ലൈബ്രറിയും തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനും സംയുക്തമായി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ.